ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഗായത്രി വില്ലയാണ്. ശേഖറിനെ കുറിച്ചുള്ള സത്യാവസ്ഥ അറിയാതെ ഇന്ന് എന്താണെങ്കിലും പാർവതിയെ വിടില്ലെന്ന് പറയുകയാണ് ഗാർഗി. തുടർന്ന് പാറു പറയുകയാണ്, ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഞാൻ നിന്നോട് സത്യങ്ങൾ തുറന്നു പറയാം. അത് ശേഖര മേനോനാണ്, പ്രഭാവതിയമ്മയുടെ ആദ്യത്തെ ഭർത്താവ്. ഗായത്രിയമ്മയെ കൊന്നെന്ന് പറഞ്ഞ് കള്ളക്കേസിൽ കുടിക്കാണ് അദ്ദേഹത്തെ ജയിലിലേക്ക് അയച്ചത്. ഇത് കേൾക്കുന്ന ഗാർഗി ഒരു ഞെട്ടലോടെ പാറുവിനെ നോക്കുകയാണ്. തുടർന്ന് എല്ലാ കാര്യങ്ങളും ഗാർഗിയോട് പാറു തുറന്ന് പറയുമ്പോൾ ഗാർഗി പറയുകയാണ്, നീ പറയുന്നതൊക്കെ കേട്ടിട്ട് എൻ്റെ തല മരവിക്കുന്നത് പോലെയുണ്ട്. ഇത്രയും ക്രിമിനൽ ബുദ്ധിയുള്ളവരാണോ പ്രഭാവതി അമ്മയും ആ പ്രതാപനും? മനസ്സറിയാത്ത കുറ്റത്തിന് ആ പാവ മനുഷ്യൻ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുക എന്നൊക്കെ പറഞ്ഞ സത്യം തെളിയാൻ വേണ്ടി ഞാൻ അദ്ദേഹത്തിൻ്റെ പക്ഷമേ നിൽക്കൂ എന്ന് പാറു പറയുമ്പോൾ ഞാനും നിങ്ങളുടെ ഒപ്പമുണ്ടെന്ന് ഗാർഗിയും പറയുന്നു. പിന്നീട് കാണിക്കുന്നത് പാറു വിശാലിൻ്റെ മുറിയിലേക്ക് ചെല്ലുന്നതാണ്. അല്ല, ആരിത്, മഹാലക്ഷ്മിയോ? വിശാൽ സാറിനെ കളിയാക്കണ്ടെന്ന് പാറു പറയുമ്പോൾ വിശാൽ പറയുകയാണ്, ഞാൻ കളിയാക്കിയതൊന്നുമല്ല, നീ വീട്ടിലെ മഹാലക്ഷ്മി തന്നെയാ. ഇന്ന് അക്ഷയതൃതിയായിട്ട് ഞാൻ നിനക്ക് സമ്മാനമൊന്നും തന്നില്ലല്ലോ. ഞാൻ നിനക്ക് വേണ്ടി ഒരു പ്രത്യേക സമ്മാനം വെച്ചിട്ടുണ്ട്. അത്രയും പറഞ്ഞുകൊണ്ട് ഒരു ബോക്സ് എടുത്തുകൊണ്ട് വരികയാണ് വിശാൽ. അങ്ങനെ വിശാൽ ആ ബോക്സ് തുറക്കുമ്പോൾ അതിലുണ്ടായിരുന്നത് ഗായത്രിയുടെ ഒരു വളയാണ്. ഇത് എൻ്റെ അമ്മ അണിഞ്ഞിരുന്ന വളയാണ്. ഇത് നീ വേണം ഇനി കയ്യിലിടാൻ. അത് പിന്നെ വിശാൽ സാർ, ഗായത്രിയമ്മയുടെ ഓർമ്മയല്ലേ അത്? വേണ്ടെന്നൊക്കെ പാറു പറയുന്നുണ്ടെങ്കിലും നിർബന്ധിച്ച് പാറുവിൻ്റെ കയ്യിലേക്ക് ആ വളയിട്ട് കൊടുക്കുകയാണ് വിശാൽ. തുടർന്ന് പാറു നാണത്തോടെ വിശാലിനെ നോക്കുകയാണ്. വിശാലും പുഞ്ചിരിയോടെ പാറുവിനെ നോക്കുന്നു. അതിനുശേഷം പാറു അവിടെ നിന്ന് പോകുമ്പോൾ അങ്ങോട്ടേക്ക് ജാസ്മിൻ വരികയാണ്. വിശാൽ ഉറങ്ങാതെ ഈ രാത്രിയിൽ എന്ത് ചെയ്യുകയാ? എന്താണെങ്കിലും ഒന്ന് പോയി സംസാരിക്കാം. അത്രയും പറഞ്ഞുകൊണ്ട് ജാസ്മിൻ വിശാലിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അതേസമയം പാറു അങ്ങോട്ടേക്ക് വരികയാണ്. പാറുവിനെ കണ്ടിട്ട് ജാസ്മിൻ പറയുകയാണ്, ഇനി ഇവിടെ നിന്നാൽ ശരിയാകില്ല, പോകാം. അതേസമയം ജാസ്മിനെ പാറു കാണുകയും നിനക്കെന്താ ഉറങ്ങാൻ സമയമായില്ലേ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. എനിക്കിഷ്ടമുള്ളപ്പോൾ കിടന്നോളാം, നീ നിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതിയെന്ന് ജാസ്മിൻ ദേഷ്യത്തോടെ പറയുമ്പോൾ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് പാറു അവിടെ നിന്ന് പോകുന്നു. വിശാൽ സാറിന് ഇതുവരെ ഉറങ്ങാനായില്ലേ എന്ന് പാറു ചോദിക്കുമ്പോൾ ഇതിപ്പോൾ തീരുമെന്ന് വിശാൽ പറയുന്നു. അല്ല, എന്താ ധൃതിയായിട്ട് ചെയ്യുന്നത്? അത് പിന്നെ നാളെ നമ്മുടെ ബിസിനസ്സിൻ്റെ ഒരു പുതിയ അവതരണമുണ്ട്, അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുകയായിരുന്നു. ദാ തീർന്നെന്ന് പറഞ്ഞ് തൻ്റെ ലാപ്ടോപ്പും പെൻഡ്രൈവും കൂടി പാറുവിനെ ഏൽപ്പിച്ചിട്ട് ഡ്രോയിലേക്ക് വെക്കാൻ പറയുകയാണ് വിശാൽ. അതേസമയം അതൊക്കെ ജാസ്മിൻ മറഞ്ഞു നിന്ന് നോക്കുകയാണ്. തുടർന്ന് കിടക്ക വിരിച്ചു കൊടുത്തിട്ട് പാറു പറയുകയാണ്, ഇനി വിശാൽ സാർ കിടന്നു. കിടക്കാം, ആദ്യം നമുക്ക് കുറച്ചു നേരം കിന്നാരമൊക്കെ പറഞ്ഞിരുന്നാലോ? ഇത് കേൾക്കുന്ന പാറു പറയുകയാണ്, പിന്നെ കിന്നാരവും പുന്നാരവും ഒന്നും പറഞ്ഞിരിക്കാൻ സമയമില്ല, നാളെ നേരത്തെ പോകേണ്ടതല്ലേ, മാറി കിടക്കാൻ നോക്ക്. തുടർന്ന് വിശാലിനെ കിടത്തി ഗുഡ് നൈറ്റും പറഞ്ഞ് പാറു അവിടെ നിന്ന് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് വിശാൽ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ജാസ്മിൻ വിശാലിൻ്റെ മുറിയിലേക്ക് വരുന്നതാണ്. വിശാലിൻ്റെ ഡ്രോ തുറന്ന് വിശാലിൻ്റെ ലാപ്ടോപ്പിൻ്റെ മുകളിലുള്ള പെൻഡ്രൈവ് തൻ്റെ കയ്യിലുള്ള പെൻഡ്രൈവുമായിട്ട് മാറ്റി വെക്കുകയാണ് ജാസ്മിൻ. തുടർന്ന് ജാസ്മിൻ പറയുകയാണ്, ഇനി എന്താണെങ്കിലും വിശാൽ ഈ പെൻഡ്രൈവ് കാണാനേ പോകുന്നില്ല. ഇത് കാണാതെ പോയ ദേഷ്യത്തിൽ വിശാൽ പാർവതിയെ നല്ല ചീത്ത തന്നെ പറയണം, എനിക്ക് അതാ വേണ്ടതും. അത്രയും പറഞ്ഞ് ജാസ്മിൻ മുറിയുടെ പുറത്തേക്ക് പോവുകയാണ്. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് ശേഖരനെയാണ്. ശേഖരൻ ഹാളിൽ നിൽക്കുമ്പോൾ ശേഖരന് ഒരു ഫോൺ കോൾ വരികയാണ്. അതേസമയം ഇത് ശ്രദ്ധിക്കുന്ന പ്രതാപൻ അങ്ങോട്ടേക്ക് വരികയാണ്. തുടർന്ന് ശേഖരൻ്റെ കയ്യിൽ നിന്നും ആ ഫോൺ തട്ടിപ്പറിച്ചിട്ട് പ്രതാപൻ ചോദിക്കുകയാണ്, അല്ല, കണ്ണു കാണാത്ത മുത്തശ്ശൻ എന്തിനാ ഫോൺ? ഇത് കേൾക്കുന്ന ശേഖരൻ എന്തു പറയണമെന്നറിയാതെ നിന്ന് പരുങ്ങുമ്പോൾ അങ്ങോട്ടേക്ക് വരുന്ന ഗാർഗി പറയുകയാണ്, അത് പിന്നെ അങ്കിളെ, ഞാനാ ഫോൺ കൊടുത്തത്. മുത്തശ്ശന് ബോറടിക്കുമ്പോൾ പാട്ട് കേട്ടോട്ടെ എന്ന് കരുതി ഞാനാ കൊടുത്തത്. ഇനി ഇതിൻ്റെ പേരിൽ മുത്തശ്ശൻ ചോദ്യം ചെയ്യാനൊന്നും അങ്കിള് നിൽക്കണ്ടെന്ന് ഗാർഗി പറയുമ്പോൾ അവിടെ നിന്ന് പ്രതാപം പോകുന്നു. തുടർന്ന് ഗാർഗി പറയുകയാണ്, അതെ മുത്തശ്ശ, കക്കാൻ പഠിച്ചാൽ നിൽക്കാനും പഠിക്കണം, മുത്തശ്ശൻ അല്പം കൂടി ജാഗ്രത കാണിക്കണം. ശരിയാ മോളെ എന്ന് ശേഖരൻ പറയുമ്പോൾ ഗാർഗി അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് പാറു വിശാലിനെ ഉണർത്താൻ വേണ്ടി ചെല്ലുന്നതാണ്. വിശാൽ സാർ എഴുന്നേൽക്ക്, ഇന്നല്ലേ എന്തോ അവതരണമുണ്ടെന്ന് പറഞ്ഞത്. ഇത് കേൾക്കുന്ന വിശാല് എഴുന്നേൽക്കുകയാണ്. അയ്യോ, ഇത്രയും സമയമായോ, ഞാൻ അറിഞ്ഞില്ല. എങ്കിലേ എഴുന്നേറ്റ് പോയി കുളിക്കാൻ നോക്കെന്ന് പറഞ്ഞ് വിശാലിനെ ബാത്റൂമിലേക്ക് കയറ്റി വിടുകയാണ് പാറു. തുടർന്ന് പാറു ഷീറ്റെല്ലാം വിരിക്കുമ്പോൾ വിശാൽ വിളിക്കുകയാണ്, പാർവതി, ഞാൻ ആ ടവൽ എടുക്കാൻ മറന്നു, അതൊന്ന് എടുത്തു തരാമോ? അതിനെന്താന്ന് പറഞ്ഞ് പാറു വിശാലിന് എടുത്തു കൊടുക്കുകയാണ്. തുടർന്ന് ആ ടവൽ എടുത്തുകൊണ്ട് വിശാൽ പുറത്തേക്ക് വരികയാണ്. വിശാലിനെ കണ്ട് നാണത്തോടെ കണ്ണു പൊത്തുകയാണ് പാറു. എന്താ വിശാൽ സാർ ഇത്? അത് പിന്നെ ഞാനൊരു താങ്ക്സ് പറയാൻ വന്നതാ. ശരി ശരി, പോയി കുളിക്കാൻ നോക്കാൻ പാറു പറയുമ്പോൾ വിശാൽ ബാത്റൂമിലേക്ക് കയറുന്നു. തുടർന്ന് വിശാലിൻ്റെ കാര്യമോർത്ത് നാണത്തോടെ നിൽക്കുന്ന പാറുവിനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.